താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിലുകളും ഗതാഗത തടസ്സങ്ങളും വീണ്ടും ചർച്ചയായതോടെ ബദൽ പാതയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും വീണ്ടും ചൂടുപിടിക്കുകയാണ്. താമരശ്ശേരി ചുരത്തിന് ബദലായി LDF സർക്കാർ കൊണ്ടുവന്ന തിരുവമ്പാടി കല്ലാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ആഗസ്റ്റ് 31-ന് ആനക്കാംപൊയിലിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. 1643 കോടി ചിലവ് പ്രതീക്ഷിക്കുന്ന പ്രൊജക്ടിന്റെ കോൺട്രാക്ട് ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡിനും കൺസ്ട്രക്ഷൻ ഏറ്റെടുത്ത് നടത്തുന്നത് കൊങ്കൺ റെയിൽവേ ഏജൻസിയുമാണ്. 4 വർഷം കൊണ്ട് പ്രൊജക്ട് പൂർത്തിയാക്കുമെന്നാണ് കരാർ കമ്പനി ഉറപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോടിനും വയനാടിനും ഇടയിലുള്ള യാത്രാദൂരം 22 കിലോമീറ്റർ കുറയ്ക്കുന്ന ഈ പ്രൊജക്ട് കേരളത്തിന് അഭിമാനമാകുന്ന പ്രൊജക്ട് ആണെങ്കിലും 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്ന ചിപ്പിലത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഈ അവസരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ മലകളിൽ ഒന്ന് തുരന്നു നിർമ്മിക്കുന്ന വയനാട് തുരങ്കപാതയ്ക്ക് കണക്കാക്കിയിരിക്കുന്നത് 1643 കോടിയാണെങ്കിൽ മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസിന് വേണ്ടി വരുന്നത് 125 കോടി രൂപയാണ്. ചുരത്തിലെ രണ്ടാമത്തെ ഹെയർപിൻ പിന്നിട്ട് ചിപ്പിലത്തോട് മരുതിലാവ് റോഡിൽ പ്രവേശിച്ച് 9ാം ഹെയർപിന്നും കഴിഞ്ഞുള്ള തളിപ്പുഴയിൽ അവസാനിക്കുന്നതാണ് 14.44 കിലോമീറ്റർ വരുന്ന ചിപ്പിലത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസ്. 2013-14 ബജറ്റിൽ പദ്ധതിയുടെ പ്രാരംഭ പ്രവൃത്തികൾക്കായി UDF സർക്കാർ 5 കോടി രൂപ അനുവദിച്ചിരുന്നു. പദ്ധതിയിൽ 8.94 കിലോമീറ്റർ വനഭൂമിയായതിനാൽ വനം മന്ത്രാലയത്തിന്റെ റീജിയണൽ ഓഫീസിൽ നിന്ന് അനുമതി ലഭിക്കാനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. തിരുവമ്പാടി MLA ആയ ശ്രീ ലിൻഡോ ജോസഫ് ഈ പ്രൊജക്ട് ഉപേക്ഷിച്ചിട്ടില്ലെന്നും തിരുവമ്പാടി കല്ലാടി ടണൽ റോഡ് പദ്ധതിയുമായി മുന്നോട്ട് പോയതിനാൽ സംഭവിച്ചൊരു കാലതാമസം കൊണ്ട് മാത്രമാണ് ബൈപ്പാസിന്റെ പ്രവർത്തനങ്ങൾ വൈകിയതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തുരങ്കപാത അവസാനിക്കുന്ന കല്ലാടി മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന് സമീപമായതിനാൽ പ്രദേശത്ത് പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടായേക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടെങ്കിലും കൊങ്കൺ റെയിൽവേയിലെ വിദഗ്ധർ തുരങ്കം നിർമ്മിക്കുന്നത് പ്രദേശത്ത് സുരക്ഷാ ഭീഷണി ഉയർത്തില്ലെന്നും സുരക്ഷാ പരിശോധനകൾ വീണ്ടും നടത്താൻ സർക്കാർ തലങ്ങളിൽ നിന്ന് ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ചിപ്പിലത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസിന് വേണ്ടി 33 കോടി രൂപ ടോക്കൺ അനുവദിച്ചിട്ടുണ്ടെങ്കിലും സർവേ നടപടികൾ ആരംഭിച്ചിട്ടില്ല. നിലവിലെ റോഡ് വീതി കൂട്ടാനായി വനം വകുപ്പ് 1 ഹെക്ടർ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും വീതി കൂട്ടൽ പ്രവൃത്തി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ചുരത്തിൽ കുടുങ്ങിപ്പോകുന്ന വാഹനങ്ങൾ എടുത്തുമാറ്റുവാൻ ക്രെയിൻ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനവും പാഴായെന്ന് പ്രദേശവാസികൾ പരാതി ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ NDRFും ചുരം സംരക്ഷണ സമിതിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ മാത്രമാണ് ഗതാഗത കുരുക്കിന് കുറച്ചെങ്കിലും പരിഹാരമുണ്ടാകുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്.